നിങ്ങൾ തന്നെ നിങ്ങളുടെ സമയം നഷ്ടപ്പെടുത്തുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. എല്ലാവരും ചെയ്യുന്നുണ്ടെന്ന് ഞാൻ പറയുന്നില്ല. എന്നാലും മെജോറിറ്റി ആളുകളും ഈ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ തിരിച്ചറിയുക, നിങ്ങളുടെ സമയം നിങ്ങൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ശ്രദ്ധിക്കുക, ഒരിക്കൽ പോയ സമയം തിരിച്ചു കിട്ടില്ല. ഫസ്റ്റത്തെ പോയിന്റ് എന്താ വെച്ചാൽ, മറ്റുള്ളവർ എന്ത് വിചാരിക്കും. നിങ്ങളൊരു കാര്യം ചെയ്യുന്നതിന് മുന്നേ മറ്റുള്ളവർ എന്താ വിചാരിക്കുക, അവരെന്താ പറയുക, അല്ലെങ്കിൽ അവർക്ക് എന്താ തോന്നുക എന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോളൂ, നിങ്ങളുടെ സമയം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. രണ്ടാമത്തത്, ഓൾവേസ് കംപ്ലൈനിങ്. ഏതൊരു കാര്യം ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾ അതിനെ കംപ്ലൈൻറ്റ് ചെയ്യുക. ആ ഒരു കാര്യം ചെയ്യുന്നതിന് പകരം അതിനൊക്കെ നിങ്ങൾ കംപ്ലയിൻറ്റ്സ് കണ്ടെത്തുക. നിങ്ങൾക്ക് ചെയ്യില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ല എന്ന കാരണത്തിന് ഒരുപാട് എക്സ്ക്യൂസ് കണ്ടെത്തുക. അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ അതും നിങ്ങളുടെ സമയം നഷ്ടപ്പെടുത്തും. മൂന്നാമത്തത്, നിങ്ങൾ മറ്റുള്ളവരെ പ്ലീസ് ചെയ്യാൻ ശ്രമിക്കുക. അതായത് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ശരിയാണ്, നിങ്ങൾ പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ സത്യമാണെന്നൊക്കെ ബോധ്യപ്പെടുത്താൻ നിങ്ങൾ ശ്രമിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ അതും നിങ്ങളുടെ സമയം നഷ്ടപ്പെടുത്തും. നാലാമത്തത്, കമ്പയറിങ് വിത്ത് അതേഴ്സ്. നിങ്ങളെ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യരുത്. ആദ്യം മനസ്സിലാക്കുക, ഏതൊരാളും അവർക്കൊരു വാല്യൂ കൊടുക്കണം. മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്കൊരു വാല്യൂ കൊടുക്കുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് മറ്റുള്ളവരുമായിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യരുത്. പിന്നെ അതുപോലെ തന്നെ ഒരിക്കൽ പറ്റിയ അബദ്ധം അല്ലെങ്കിൽ ഒരിക്കൽ ചെയ്ത അബദ്ധം വീണ്ടും റിപ്പീറ്റ് ചെയ്യരുത്. അതായത് റിപ്പീറ്റിംഗ് ദ സെയിം മിസ്റ്റേക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു മിസ്റ്റേക്ക് പറ്റിപ്പോയി, അത് നിങ്ങൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെയും നിങ്ങൾക്ക് നിങ്ങളുടെ സമയം നഷ്ടപ്പെടും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ അതുപോലെ തന്നെ തോൽക്കാൻ ഭയമുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ചലഞ്ചസ് ഏറ്റെടുക്കാൻ പറ്റില്ല, നിങ്ങൾക്ക് ലൈഫിൽ സക്സസ് ആകാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ തോറ്റുപോയാലും വിട്ട് കളയരുത് എന്ന് മാത്രം നിങ്ങൾ വിശ്വസിച്ചാൽ മതി. എത്രയൊക്കെ തോറ്റു കഴിഞ്ഞാലും ജയിക്കാൻ ഒരു സമയത്ത് പറ്റും. ആർക്ക്? വീണ്ടും വീണ്ടും ശ്രമിക്കുന്നവർക്ക് മാത്രമേ അതിനവസരമുള്ളൂ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഒരിക്കലും നിങ്ങളുടെ സമയം നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നീ കാര്യങ്ങളൊന്നും ആലോചിച്ചിട്ട് ഒരിക്കലും നിങ്ങളുടെ സമയം നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. ഒരിക്കൽ പോയ സമയം പിന്നെ തിരിച്ചു കിട്ടില്ല എന്ന് നിങ്ങൾ ഉറച്ച് മനസ്സിലാക്കിക്കോളൂ. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് ഇൻഫോർമേറ്റീവ് വീഡിയോസ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ കെൻവി ഡിജിറ്റൽ അക്കാഡമിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.